So welcome back to the channel. So നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് DBMSലെ മൊഡ്യൂൾ 3ലെ നെക്സ്റ്റ് ടോപ്പിക്കായ ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സോ എന്താണ് ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷൻ? നമ്മൾ കൂടുതലും പഠിച്ചത് ഫിസിക്കലായിട്ടുള്ള ഡേറ്റ ഓർഗനൈസേഷൻ അല്ല, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഓർഗനൈസേഷൻസ് ആണ് പഠിച്ചത്. സോ ഇനി എങ്ങനെയാണ് ഫിസിക്കലി നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. The database are stored physically as files of records which are typically stored on magnetic disks. So mainly physically നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒന്നെങ്കിൽ റെക്കോർഡായിട്ട് അല്ലെങ്കിൽ അത് മാഗ്നറ്റിക് ഡിസ്ക് വഴിയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. Database typically store large amounts of data that must persist over long periods of time, and hence the data is often referred to as persistent data. Parts of this data are accessed and processed repeatedly during the storage period. Most databases are stored permanently or persistently on magnetic disk secondary storage for the following reason. So magnetic disk എന്ന് പറഞ്ഞ ഒരു സെക്കൻഡറി സ്റ്റോറേജ് സിസ്റ്റമാണ്. മെയിൻലി ആയിട്ട് ഈ ഡേറ്റാബേസസ് ഒക്കെ പെർമനൻ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻ്റ്ലി സ്റ്റോർ ചെയ്യുന്ന ഈ മാഗ്നറ്റിക് ഡിസ്ക് പോലുള്ള സെക്കൻഡറി സ്റ്റോറേജ് വഴിയായിരിക്കും. ഓക്കെ, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് മാഗ്നറ്റിക് ഡിസ്ക് പെർമനൻ്റ്ലി അല്ലെങ്കിൽ ഫിസിക്കൽ ഡേറ്റ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നു നമുക്ക് നോക്കാം എന്തൊക്കെ കാണാം. ഫസ്റ്റ് വൺ, ജനറലി ഡേറ്റാബേസസ് ആർ ടു ലാർജ് ടു ഫിറ്റ് എൻ്റർലി ഇൻ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിൽ ഡേറ്റാബേസ് ഭയങ്കര ലാർജ് ആയിരിക്കും. ഓക്കെ, അത് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ലാർജ് എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാണാം. സെക്കൻഡ് വൺ, ദ സർക്കംസ്റ്റൻസ് ദാറ്റ് കോസ് ദ പെർമനന്റ് ലോസ് ഓഫ് സ്റ്റോർഡ് ഡേറ്റ അറൈസ് ഫ്രം ഫ്രീക്വൻറ്റ്ലി ഫോർ ഡിസ്ക് സ്റ്റോറേജ് secondary storage than for primary storage. Hence, we refer to disk and other secondary storage devices as non-volatile storage, whereas main memory is often called volatile storage. So, ഈ secondary storage devices non-volatile storage system ആണ്. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ volatile storage system ആണ്. കാരണം ചില സന്ദർഭത്തിൽ പെർമനൻറ്റ് ലോസ് ഓഫ് സ്റ്റോർഡ് ഡേറ്റ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഡേറ്റ അറൈസ് ലെസ് ഫ്രീക്വൻറ്റ്ലി ഫോർ ഡിസ്ക് സ്റ്റോറേജ്. അതായത് പ്രൈമറി സ്റ്റോറേജിനെയും കാട്ടി പെർമനൻറ്റ് ലോസ് കൂടുതലും ഏതിലായിരിക്കും? ലെസ് ഫ്രീക്വൻറ്റ്ലി ഏറ്റവും കൂടുതൽ ഡിസ്ക് സ്റ്റോറേജിനായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്ക് സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ സ്റ്റോറേജ് സിസ്റ്റമാണ്. അതേപോലെ മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ വോളറ്റൈൽ സ്റ്റോറേജ് സിസ്റ്റം ആയതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ തേർഡ് റീസൺ നോക്കാം. ദ കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് പെർ യൂണിറ്റ് ഓഫ് ഡേറ്റ ഈസ് എൻ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ലെസ് ഫോർ ഡിസ്ക് സെക്കൻഡറി സ്റ്റോറേജ് ദാൻ ഫോർ പ്രൈമറി. അതായത് സ്റ്റോറേജിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഡേറ്റയുടെ കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് വന്നിട്ട് ഡിസ്ക് സ്റ്റോറേജ് സിസ്റ്റത്തിന് കുറവായിരിക്കും. പ്രൈമറി സ്റ്റോറേജ് സിസ്റ്റത്തിനെ കാട്ടി ഡിസ്ക് സ്റ്റോറേജിന് കുറവായതുകൊണ്ടുമാണ് നമ്മൾ മെയിൻലി ഫിസിക്കലി ഡേറ്റ സ്റ്റോറേജിന് magnetic disk secondary storage യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടിപ്പിക്കലി ഡേറ്റാബേസ് ആപ്ലിക്കേഷൻസ് നീഡ് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ഡേറ്റാബേസ് അറ്റ് എ ടൈം ഓഫ് പ്രോസസ്സിംഗ്. Whenever a certain portion of data is needed, it must be located on the disk, copied to main memory for processing, and then rewritten to the disk if the data stored on the disk is organized as files or. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഫിസിക്കലി നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മാഗ്നറ്റിക് ഡിസ്കിലാണെന്ന് പറഞ്ഞു. ഈ ഡേറ്റാസ് മാഗ്നറ്റിക് ഡിസ്ക് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിട്ടാണ്? ഫയൽസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് ആയിട്ടാണ്. ഓക്കെ, ഫയൽസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്ന രൂപത്തിൽ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഡേറ്റാസ് മാഗ്നറ്റിക് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. ഈച്ച് റെക്കോർഡ് ഇസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ വാല്യൂസ് ദാറ്റ് ക്യാൻ ബി interpreted as facts about entities, the attributes and the relations. So ഓരോ റെക്കോർഡ് നമ്മൾ പറഞ്ഞില്ലേ ഫയൽസ് ഓഫ് റെക്കോർഡായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ ഓരോ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ വാല്യൂസ്, ഒരു ഡേറ്റ വാല്യൂസിൻ്റെ കളക്ഷൻ ആയിരിക്കും. ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് ഫാക്ട്സ് അബൌട്ട് ദ എൻറ്റിറ്റീസ്, ദർ ആട്രിബ്യൂട്ട്സ് ആൻഡ് ദ റിലേഷൻഷിപ്സ്, ഇതിൻ്റെയൊക്കെ ആയിരിക്കും. ഓക്കെ, records should be stored on disk in a manner that makes it possible to locate them efficiently when they are needed. അപ്പോൾ റെക്കോർഡ്സ് എങ്ങനെയാണ് ഡിസ്കിൽ ഒരു മാനറിലാണ് ഇത് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് പോസിബിൾ ടു ലൊക്കേറ്റ് ദം എഫിഷ്യൻലി വെൻ ദ. ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഡേറ്റ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു മാനർ നമ്മളിനി പറയും, ആ ഒരു ഓർഗനൈസേഷൻ പറയും, അത് വെച്ച് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. So there are several primary file organizations which determine how file records are physically placed on the disk, and hence the records can be accessed. So mainly നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന
മെയിനായിട്ട് എങ്ങനെയാണ് ഫയൽസ് ഓർഗനൈസേഷൻ, അതായത് മെയിൻലി നമുക്ക് 2 ടൈപ്പ് ഓർഗനൈസേഷനാണ് ഫയൽ റെക്കോർഡ് സിസ്റ്റത്തിലുള്ളത്. ഫസ്റ്റ് വൺ പ്രൈമറി ഫയൽ ഓർഗനൈസേഷൻ ആൻഡ് സെക്കൻഡ് വൺ സെക്കൻഡറി ഫയൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. പ്രൈമറി ഫയൽ ഓർഗനൈസേഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. A heap file or unordered file places the records on disk in no particular order by appending new records at the end of the file. അപ്പോൾ ഹീപ്പ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതൊരു പ്രൈമറി ഫയൽ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഹീപ്പ് ഫയൽ, അതേപോലെ സോർട്ടഡ് ഫയൽ അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഫയൽ കീപ്സ് ദ റെക്കോർഡ്സ് ഓർഡർഡ് ബൈ ദ വാല്യൂ ഓഫ് എ പർട്ടിക്കുലർ ഫീൽഡ് കോൾഡ് സോർട്ട് കീ. അല്ലെങ്കിൽ ഹാഷ്ഡ് ഫയൽ യൂസസ് എ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈഡ് ടു എ പർട്ടിക്കുലർ ഫീൽഡ് ടു ഡിറ്റർമിൻ റെക്കോർഡ്സ് പ്ലേസ്മെന്റ് ഓൺ ഡിസ്ക്. അപ്പോൾ നമുക്ക് പ്രൈമറി ഫയൽ ഓർഗനൈസേഷൻ വഴി നമുക്ക് ഹീപ്പ് ഫയൽ ആണെങ്കിൽ ഇറ്റ് പ്ലേസസ് ദ റെക്കോർഡ്സ് ഓൺ ഡിസ്ക് ഇൻ നോ പർട്ടിക്കുലർ, ഒരു ഓർഡർ ഇല്ലാതെ പുതിയത് അവസാനമോ പഴയത് ഫ്രണ്ടിൽ, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ റെക്കോർഡ് പ്ലേസ് ചെയ്യുന്നത് ഹീപ്പ് ഫയലിലായിരിക്കും. സോർട്ടഡ് ഫയൽ ആണെങ്കിൽ കീപ് ദ ഫയൽസ് ഓർഡർ ബൈ ദ വാല്യൂ ഓഫ് ദ പർട്ടിക്കുലർ ഫീൽഡ്, അത് വാല്യൂ അനുസരിച്ച് സോർട്ട് ചെയ്ത് ഓർഡറിലായിരിക്കും സോർട്ടഡ് ഫയൽ. പക്ഷേ ഹാഷ്ഡ് ഫയൽ ആണെങ്കിൽ ഇറ്റ് യൂസസ് എ ഹാഷ് ഫംഗ്ഷൻ, ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യും ടു അപ്ലൈ ടു പർട്ടിക്കുലർ ഫീൽഡ്, ഒരു ഹാഷ് കീ അല്ലെങ്കിൽ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. എന്തിനാണ്? ആ റെക്കോർഡിൻ്റെ ഡിറ്റർമിൻ ദ റെക്കോർഡ്സ് പ്ലേസ്മെന്റ് ഓൺ ഡിസ്ക്, അതല്ലെങ്കിൽ ഈ റെക്കോർഡ് ഡിസ്കിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹാഷ് ഫംഗ്ഷൻ, ഒരു അഡ്രസ് ലൊക്കേഷൻ പോലെ ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തതാണ് ഹാഷ്ഡ് ഫയൽ. ഓക്കെ, അതർ പ്രൈമറി ഓർഗനൈസേഷൻ സച്ച് എസ് ബി ട്രീസ് ആർ യൂസ് ട്രീ സ്ട്രക്ചേഴ്സ്. വേറെ പ്രൈമറി ഫയൽ ഓർഗനൈസേഷൻ നമ്മളിപ്പോൾ പറഞ്ഞ ഹീപ്പ് ഫയൽ, സോർട്ടഡ് ഫയൽ, ഹാഷ്ഡ് ഫയലൊക്കെയാണ്. അതല്ലാതെ വേറെ പ്രൈമറി ഫയൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതാണ് ബി ട്രീ. ഈ ബി ട്രീ യൂസ് ചെയ്യുന്ന ട്രീ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഓർഗനൈസേഷനിൽ. ഓക്കെ, നമുക്കിനി നോക്കാം ഡേറ്റ സ്റ്റോറേജ് ഓൺ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൽ എങ്ങനെയാണ് ഡേറ്റ സ്റ്റോറേജ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈച്ച് ഹാർഡ് ഡ്രൈവ് ഈസ് യൂഷ്വലി കമ്പോസ്ഡ് ഓഫ് എ സെറ്റ് ഓഫ് ഡിസ്ക്. ഓരോ ഹാർഡ് ഡ്രൈവിലും ഈച്ച് ഹാർഡ് ഡ്രൈവ് ഈസ് യൂഷ്വലി കമ്പോസ്ഡ് ഓഫ് എ സെറ്റ് ഓഫ് ഡിസ്ക്. ഒരു സെറ്റ് ഓഫ് ഡിസ്ക് ചേർന്നാണ് ഒരു ഹാർഡ് ഡ്രൈവ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈച്ച് ഡിസ്ക് ഹാസ് എ ലെയർ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ഓൺ ഇറ്റ് സർഫസ്. അപ്പോൾ ഓരോ ഡിസ്കിലും എന്താണ്, ഒരു ലെയർ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും ആ സർഫസിൽ. The entire disk can be contain a large amount of data which is organized into smaller packages called blocks or pages. അപ്പോൾ ഒരു entire ഡിസ്കിലാണെങ്കിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കാണും. അത് എങ്ങനെയായിരിക്കും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഇൻറ്റു സ്മോളർ പാക്കേജസ്. ആ സ്മോളർ പാക്കേജിൻ്റെ പറയുന്ന പേരാണ് ബ്ലോക്സ്. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർഡ് ഡിസ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഓരോ ഡിസ്കിലും ഉള്ള ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ സ്മോളർ പാക്കേജസ് ആയിട്ട് മാറ്റുന്നതാണ് ബ്ലോക്സ് അല്ലെങ്കിൽ പേജസ് എന്ന് പറയും. Typical disk block size range from 512 to 8192 bytes. Typically ആയിട്ട് ഒരു ഡിസ്കിൻ്റെ ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 512 to 8192 bytes ആയിരിക്കും. ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ സർഫസ് കണ്ടോ, ഇത് ഡിസ്ക് സെക്ടർ. ഈ റെഡ് കളറിൽ കൊടുക്കുന്ന ഒന്ന് ഡിസ്ക് സെക്ടറും ഈ പച്ച കളറിൽ നിന്നായിട്ട് കൊടുത്തില്ലേ ഗ്രീൻ കളർ ആ സർക്കിൾ ഒന്നൊരു ട്രാക്കും, അതേപോലെ ഈ ഒരു ഇത് ട്രാക്ക് സെക്ടറുമാണ്. ഓക്കെ, a block is a smallest unit of data transferred between the hard disk and the processor of the computer. അപ്പോൾ നമ്മൾ ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്മോളർ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. സ്മോളർ പാക്കേജസ് ഓഫ് ഡേറ്റയാണ് ഈ ബ്ലോക്ക്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ഡേറ്റ ബിറ്റ്വീൻ ദ ഹാർഡ് ഡിസ്ക് ആൻഡ് പ്രോസസ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ പ്രോസസ്സറും ഹാർഡ് ഡിസ്കും തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫറിങ് ഈ ബ്ലോക്ക് വഴിയാണ് നടക്കുന്നത്. ഈച്ച് ബ്ലോക്ക് therefore has a fixed assigned address. സോ അതുകൊണ്ട് തന്നെ ഈ ഓരോ ബ്ലോക്കിനും ഒരു ഫിക്സ്ഡ് ആയിട്ട് അസൈൻ ചെയ്ത് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. The computer process will submit a read or write request which includes the address of the block and address of the RAM in the computer memory array, a computer memory area called a buffer or cache where the data must be stored or taken off. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ബ്ലോക്കിൻ്റെ ഒരു അഡ്രസ്സും ഒരു ഫിക്സ് ആയിട്ടൊരു അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ പ്രോസസ്സർ ഒരു റീഡ് റിക്വസ്റ്റോ അല്ലെങ്കിൽ റൈറ്റ് റിക്വസ്റ്റോ കൊടുക്കുമ്പോൾ അതിലെന്തുണ്ടാവും? അഡ്രസ് ഓഫ് ദ ബ്ലോക്ക് കാണും, അല്ലെങ്കിൽ അഡ്രസ് ഓഫ് ദ റാം, കമ്പ്യൂട്ടർ മെമ്മറി ഏരിയയിൽ റാമിൻ്റെ അഡ്രസ്സ് കാണും. ആൻഡ് ദ അഡ്രസ് ഓഫ് ദ റാം ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി ഏരിയ കോൾഡ് എ ബഫർ വെയർ ദ ഡേറ്റ മസ്റ്റ് ബി സ്റ്റോർഡ് ഓർ ടേക്കൺ ഫോർ. അങ്ങനെ ഒരു ആ കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഏരിയയാണ് എന്തെന്ന് ബഫർ.
അവിടെയായിരിക്കും ഡേറ്റ സ്റ്റോർഡ് ആവുന്ന, അല്ലെങ്കിൽ അവിടെ നിന്നായിരിക്കും ഡേറ്റ ടേക്കൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇനി റെക്കോർഡ്സ് എന്ന് പറയും. ഡേറ്റ ഈസ് യൂഷ്വലി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് റെക്കോർഡ്സ്. നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ് റെക്കോർഡ് എന്ന്. ഡേറ്റ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഫയൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഫയൽ ഓഫ് റെക്കോർഡ്സ്. റെക്കോർഡ്സിൻ്റെ ഫോമിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈച്ച് റെക്കോർഡ് കൺസിസ്റ്റ് ഓഫ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ വാല്യൂസ് ഓർ ഐറ്റംസ്. ഓരോ റെക്കോർഡിലും എന്തുണ്ടാവും? ഒരു കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ വാല്യൂസ് അല്ലെങ്കിൽ ഐറ്റംസ് ഉണ്ടാവും. വെയർ ഈച്ച് വാല്യൂ ഈസ് ഫോർമഡ് ഓഫ് വൺ ഓർ മോർ ബൈറ്റ്സ്. ഓരോ വാല്യൂയും ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബൈറ്റ് ആൻഡ് കറസ്പോണ്ട്സ് ടു എ പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് റെക്കോർഡ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. An employee record represents an employee entity, and each field value in the record specifies some attribute of that employee, such as name, birth date, salary, or supervisor. Collection of field names and their corresponding data type constitutes a record type or record format definition. A data type associated with each field specifies the types of value a field can take. അപ്പോൾ the number of bytes record for each data type is fixed for given computer system. ഫയൽസ്. എന്താണ് ഫയൽസ്? A file is a sequence of records. ഒരു റെക്കോർഡ്സിൻ്റെ സീക്വൻസ്. നമ്മൾ എന്താണ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ് ടൈപ്പിലാണ്. പക്ഷേ ഫയൽ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് റെക്കോർഡ്സിനെ പറയുന്ന പേരാണ് ഫയൽ. ഇൻ മെനി കേസസ് ഓൾ റെക്കോർഡ്സ് ഇൻ എ ഫയൽ ആർ ഓഫ് സെയിം റെക്കോർഡ് ടൈപ്പ്. ഒരുപാട് കേസിൽ സെയിം റെക്കോർഡ് ഫയൽ ആയിരിക്കും, സെയിം റെക്കോർഡ് ടൈപ്പ് ആയിരിക്കും എല്ലാ ഫയൽസിനും. ഇഫ് എവറി റെക്കോർഡ് ഇൻ ദ ഫയൽ ഹാസ് എക്സാക്ട്ലി ദ സെയിം സൈസ്, ദ ഫയൽ ഈസ് കോൾഡ് ഫിക്സഡ് ലെങ്ത് റെക്കോർഡ്. ഇപ്പോൾ എല്ലാ റെക്കോർഡും ഫയലിലെ എല്ലാ റെക്കോർഡും സെയിം സൈസിലാണെങ്കിൽ ആ ഫയലിന് എന്തെന്ന് പറയും? ഫിക്സഡ് ലെങ്ത് റെക്കോർഡ് എന്ന് പറയും. If the different records in the file have different size, then the file is called the variable length records. അതായത് ഡിഫറെൻറ്റ് റെക്കോർഡ് ഫയലിലെ ഡിഫറെൻറ്റ് റെക്കോർഡ്സിന് ഡിഫറെൻറ്റ് സൈസ് ആണെങ്കിൽ ആ ഫയലിന് എന്തെന്ന് പറയും? വേരിയബിൾ ലെന്ത് റെക്കോർഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫയൽ എന്താണെന്ന് പഠിച്ചു. ഫയൽ ഈസ് എ സീക്വൻസ് ഓഫ് റെക്കോർഡാണ്. ഒരുപാട് കേസിൽ ഓൾ റെക്കോർഡ്സിൻ്റെ ഫയൽ ആർ ഓഫ് സെയിം റെക്കോർഡ് ടൈപ്പിലുണ്ടാകാം. ഇപ്പോൾ എവറി റെക്കോർഡിൻ്റെ ഫയൽ ഹാസ് എക്സാക്ട്ലി സെയിം സൈസ്. ഫയലിലെ എല്ലാ റെക്കോർഡും സെയിം സൈസ് ആണെങ്കിൽ അതിന് എന്തെന്ന് പറയും? ഫിക്സഡ് ലെന്ത് റെക്കോർഡെന്നും. ഇഫ് ദ ഫയൽ ഹാവ് ഡിഫറെൻറ്റ് സൈസ് ആണെങ്കിൽ, ആ ഫയലിലെ ഡിഫറെൻറ്റ് റെക്കോർഡ്സിന് ഡിഫറെൻറ്റ് സൈസ് ആണെങ്കിൽ അതിനെ വേരിയബിൾ ലെന്ത് റെക്കോർഡെന്നും പറയും. ഈ ഫിഗർ നോക്കി, ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? നെയിമും എസ്എസിനും തമ്മിലുള്ള ലെങ്ത് കണ്ടോ? അത് സൈസാണ് പറഞ്ഞാൽ 1 to 31. ഇവിടെ നോക്കിയേ, നെയിം 1 to 12, 12 to 21, 21 to 25 കണ്ടോ? ഓരോ ലെങ്ത് മാറുന്നുണ്ടോ? അതായത് ഇവിടെ ഓരോന്നും കൊടുത്തിരിക്കുന്നത്, അതേപോലെ സീൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, കണ്ടോ? അതാണ് ഇവിടെ മൊത്തത്തിൽ 3 റെക്കോർഡ് സ്റ്റോറേജ് ഫോമാറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ഫിഗറിൽ. ഫസ്റ്റ് വന്നിട്ടുണ്ട് ഇതൊരു ഫിക്സഡ് ലെങ്ത് ആണ്. ഫിക്സഡ് ലെങ്ത് റെക്കോർഡ് വിത്ത് 6 ഫീൽഡ് ഉണ്ട്. 1 2 3 4 5 6 6ഉം 71 ബൈറ്റും ഉള്ള ഒരു റെക്കോർഡാണ്. ഫിക്സഡ് ലെന്ത് റെക്കോർഡാണ് ഈ ഫസ്റ്റ് വൺ, എ പാർട്ട്. ഓക്കെ, സെക്കൻഡ് വൺ തൊട്ടിട്ട് ഇതൊരു റെക്കോർഡ് വിത്ത് 2 വേരിയബിൾ ലെങ്ത് ഫീൽഡ്, അതായത് 3 ഫിക്സഡ് ലെങ്ത് ഫീൽഡ്സ് കൊടുത്തിട്ടുണ്ട്. 3 ഫിക്സഡ് ആണ്. ബാക്കി നോക്കിയേ, തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, ലെങ്ത് തമ്മിലുള്ള ഡിഫറൻസ്. റെക്കോർഡ് വിത്ത് 2 വേരിയബിൾ ലെന്ത് ഫീൽഡ്സ് ആൻഡ് 3 ഫിക്സഡ്, 2 വേരിയബിൾ ലെന്ത് ഫീൽഡും 3 ഫിക്സഡ് ലെന്ത് ഫീൽഡും ഉള്ളതാണ് ബിയിൽ. സി പാർട്ട് നോക്കിയാൽ സിയിൽ കൊടുത്തിരിക്കുന്ന എ വേരിയബിൾ ഫീൽഡ് റെക്കോർഡ് വിത്ത് 3 ടൈപ്സ് ഓഫ് സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ്. ഈ കറുത്ത കളറിൽ കൊടുത്തിരിക്കുന്ന സെപ്പറേറ്റ് ക്യാരക്ടേഴ്സിനാണ്. ഓക്കെ, 3 ടൈപ്സ് സെപ്പറേറ്റ് ക്യാരക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റഡ് ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ. ഈക്വൽ ടു കൊടുത്താൽ സെപ്പറേറ്റ് ഫീൽഡ് നെയിം ഫ്രം ഫീൽഡ് വാല്യൂ എന്നും, അത് കളേർഡ് ആണെങ്കിൽ സെപ്പറേറ്റ്സ് ഫീൽഡ് എന്നും, ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുത്താൽ ടെർമിനേറ്റ്സ് റെക്കോർഡ് എന്നുമാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിനി പഠിക്കാനുള്ള സ്പാൻഡ് വേഴ്സസ് അൺസ്പാൻഡ് റെക്കോർഡ്സ്.
റെക്കോർഡ്സിൻ്റെ 2 ടൈപ്പ്. നമ്മളിപ്പോൾ ഫയൽ ടൈപ്പ് നമ്മൾ പഠിച്ചു. ഫയൽ വേരിയബിൾ ലെന്ത് ഫയലുണ്ട്, അതേപോലെ ഫിക്സഡ് ലെന്ത് ഫയലിലും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്പാൻഡ് വേഴ്സസ് അൺസ്പാൻഡ് റെക്കോർഡ്സ് എന്താണ്. ദ റെക്കോർഡ്സ് ഓഫ് എ ഫയൽ മസ്റ്റ് ബി അലോക്കേറ്റഡ് ടു ഡിസ്ക് ബ്ലോക്സ് ബിക്കോസ് എ ബ്ലോക്ക് ഇസ് എ യൂണിറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ ഡിസ്ക് ആൻഡ് ദ മെമ്മറി. അപ്പോൾ ഒരു റെക്കോർഡ് ഫയലിൽ എന്താ വരും, ഇറ്റ് must be allocated to disk block. ഡിസ്ക് ബ്ലോക്കിന് അലോക്കേഷൻ നടക്കും. കാരണം എന്താണ്, ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ മെമ്മറി ആൻഡ് ദ ഡിസ്ക്. ഡിസ്കും മെമ്മറിയും തമ്മിലുള്ള ഡേറ്റ ഇതാണ് എന്ത് ബ്ലോക്ക്. അപ്പോൾ എന്തായാലും ഒരു റെക്കോർഡ് ഓഫ് ഫയലിൽ എന്തുണ്ടോ, ഇറ്റ് അലോക്കേറ്റ്സ് ദ ഡിസ്ക് ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്യും. When the block size is larger than the record size, each block will be contain numerous records. ഇപ്പോൾ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് റെക്കോർഡ് സൈസിനെയും കാട്ടി ബ്ലോക്ക് സൈസ് ലാർജർ ആണെങ്കിൽ ആ ഓരോ ബ്ലോക്കിനും എന്തുണ്ടോ, ന്യൂമറസ് റെക്കോർഡ്സ് കാണും. സപ്പോസ് ദാറ്റ് ദ ബ്ലോക്ക് സൈസ് ഇസ് ബി ബൈറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു ബ്ലോക്ക് സൈസിൻ്റെ സൈസ് ബി ബൈറ്റ്സ് ആണ്. ഫോർ ഫയൽ ഓഫ് ഫിക്സഡ് ലെന്ത് റെക്കോർഡ് ഓഫ് സൈസ് ആർ ബൈറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഫിക്സഡ് ലെന്ത് റെക്കോർഡ് ആർ സൈസ് വിത്ത് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ, we can fit BFR equal to B bar R records per block എന്ന് പറയും. Where X is the floor function rounds down the number X to an integer. The value BFR is called the blocking factor of the file. ഒരു ഫയലിൻ്റെ blocking factor ആണ് എന്ത്, BFR. BFR is the blocking factor of that file. In general, R may not divide B exactly. R നമുക്ക് B കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. So the unused space in each block is equal to, അതുകൊണ്ട് അതിൻ്റെ unused space, ഓരോ ബ്ലോക്കിലെ unused space എന്ന് പറയുന്നത് എന്തായിരിക്കും, B equal to BFR star R bytes. അതായത് ഈ BFR ഇപ്പോൾ കിട്ടിയില്ല. BFR എന്ന് പറഞ്ഞാൽ B by R. ആ B by Rൽ നിന്ന് എന്ത് B by R ഉള്ള BFR into R ചെയ്യും. R ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈറ്റ്സ് ആയിരിക്കും അൺയൂസ്ഡ് സ്പേസ്. ടു യൂട്ടിലൈസ് ദിസ് അൺയൂസ്ഡ് സ്പേസ് വി ക്യാൻ സ്റ്റോർ പാർട്ട് ഓഫ് ദ റെക്കോർഡ് ഓൺ വൺ ബ്ലോക്ക് ആൻഡ് ദ റെസ്റ്റ് ഓൺ അനദർ. അപ്പം ഇങ്ങനെ അൺയൂസ്ഡ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സ്റ്റോർ ദ പാർട്ട് ഓഫ് ദ റെക്കോർഡ് ഓൺ വൺ ബ്ലോക്ക്. ഒരു പാർട്ട് ഓഫ് റെക്കോർഡ് നമുക്ക് ഒരു ബ്ലോക്കിലും ബാക്കി അനദർ ബ്ലോക്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. A pointer at the end of the first block points to the block contains the remainder of the recorder in case it is the next consecutive block on the disk. This organization is called spanned because records can span more than one block. അപ്പോൾ എന്താണ് സ്പാൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നുണ്ട്. ഒരു പോയിന്റർ, a pointer at the end of the first block in the pointer to the block contains a remainder of the second record in the case if it is not the next executive block on the disk. This organization is called spanned because records can span more than one block. Records ഒന്നിൽ കൂടുതൽ ബ്ലോക്കിനെ സ്പാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് നമ്മൾ എന്ത് പറയും, സ്പാൻഡ് റെക്കോർഡ്സ്. അപ്പോൾ എന്താണ് സ്പാൻഡ് റെക്കോർഡ്സ് എന്ന് മനസ്സിലായി. അതായത് ഇപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ഈ റെക്കോർഡറിൻ്റെ റിമൈൻഡറിൻ്റെ ബ്ലോക്കിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കേസിൽ അത് ഡിസ്കിലെ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നമ്മൾ എങ്ങനെ പറയാം, സ്പാൻഡ് റെക്കോർഡ്സ് എന്ന് പറയാം. അതായത് റെക്കോർഡ്സിന് ഒന്നിൽ കൂടുതൽ ബ്ലോക്കിനെ സ്പാൻ ചെയ്യാൻ പറ്റും. whenever a record is larger than a block we can use the ഇപ്പം ഏതൊക്കെ റെക്കോർഡാണ് ബ്ലോക്കിനെയും കാട്ടി ലാർജർ ആണെങ്കിൽ, അതായത് ന്യൂമറസ് നമ്പർ ഓഫ് ഡേറ്റാസ് ആ റെക്കോർഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഓർഗനൈസേഷൻ യൂസ് ചെയ്ത് ബ്ലോക്കിൽ റെക്കോർഡ് സ്റ്റോർ ചെയ്യാം, സ്പാൻഡ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇഫ് ദ റെക്കോർഡ്സ് ആർ നോട്ട് അലൗഡ് ടു ക്രോസ് ദ ബ്ലോക്ക് ബൗണ്ടറീസ് ദ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് unspanned. അപ്പോൾ എന്തായിരിക്കും അൺസ്പാൻഡ്? ഇഫ് ദ റെക്കോർഡ്സ് ആർ നോട്ട് അലൗഡ് ടു ക്രോസ് ദ ബ്ലോക്ക് ബൗണ്ടറീസ്. ഇപ്പോൾ ഈ ബ്ലോക്ക് ബൗണ്ടറീസിലോട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ റെക്കോർഡ്സിന് പറ്റിയില്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഓർഗനൈസേഷൻ എന്ത് പറയും, അൺസ്പാൻഡ് റെക്കോർഡ്സ്. ദിസ് ഈസ് യൂസ്ഡ് വിത്ത് ഫിക്സഡ് ലെന്ത് റെക്കോർഡ്സ് വിത്ത് B ഗ്രേറ്റർ ദാൻ R. അപ്പോൾ എന്താണ് സ്പാൻഡും അൺസ്പാൻഡ് റെക്കോർഡ്സ് മനസ്സിലായല്ലോ. ഇപ്പം മോർ ദാൻ വൺ ബ്ലോക്കിനെ സ്പാൻ ചെയ്യാൻ റെക്കോർഡ്സ് പറ്റുമെങ്കിൽ അത് സ്പാൻഡ് റെക്കോർഡ്. ഇപ്പോൾ റെക്കോർഡ്സിൻ്റെ ബ്ലോക്ക് ബൗണ്ടറീസിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെന്ത്, അൺസ്പാൻഡ് റെക്കോർഡ്സ്. ഫോർ വേരിയബിൾ ലെന്ത് റെക്കോർഡ്സ് യൂസിങ് സ്പാൻഡ് ഓർഗനൈസേഷൻ ഈച്ച് ബ്ലോക്ക് മേ store different numbers of records. Hence, BFR represents the average number of records per block for file.
BFR can be used to calculate the number of blocks B needed for a file of R records. അപ്പോൾ BFR വെച്ച് നമുക്ക് എന്ത് കണ്ടെത്താം? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ്, അതായത് നീഡഡ് ഫോർ എ ഫയൽ ഓഫ് റെക്കോർഡ്സ്. ഒരു ഫയൽ ഓഫ് റെക്കോർഡ്സിന് എത്ര ബ്ലോക്സ് വേണം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വെച്ച്? BFR വെച്ച്. അതായത് ഫോർമുല ഇതാണ്, B = R/BFR ബ്ലോക്സ് എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ calculating the number of blocks needed for a file of records. ഒരു ഫയൽ ഓഫ് റെക്കോർഡ്സിൽ എത്ര ബ്ലോക്സ് വേണമെന്നുള്ള ടോട്ടൽ കാൽക്കുലേഷൻ ഇത് വെച്ച് ചെയ്യാം. വേർ ഇറ്റ്സ് എ സീലിംഗ് ഫംഗ്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാലോ? ഇറ്റ്സ് എ സീലിംഗ് ഫംഗ്ഷൻ ആണ്. റൗണ്ട്സ് ദ വാല്യൂ എക്സ് അപ് ടു ദ നെക്സ്റ്റ് ഇൻറ്റീജർ. റൗണ്ട് ചെയ്ത് നെക്സ്റ്റ് ഇൻറ്റീജർ ആണ് ഈ സീലിംഗ് ഫംഗ്ഷൻ. സീലിംഗ് ഫംഗ്ഷൻ വെച്ചാണ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മാത്രം പോലെ അതിൻ്റെ സീലിംഗ് ഫംഗ്ഷൻ എടുക്കണം. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്ന ഫയൽസ് ഓഫ് അൺഓർഡേർഡ് റെക്കോർഡ്സ്. അതായത് നമ്മൾ പറഞ്ഞു അൺഓർഡേർഡ് റെക്കോർഡ്സ് ആണ് എവിടെ വരുന്നത്? ഹീപ്പ് ഫയൽസ് എന്ന് പറഞ്ഞു. അതിനെ പറ്റിയുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ബേസിക് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. മോസ്റ്റ് ബേസിക് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് എവിടെയുള്ളത്? നമ്മൾ പറഞ്ഞ ഹീപ്പ് ഫയലുള്ള. Records are placed in the file in the order which they are inserted, so new records are inserted in the end of the file. Such an organization is called heap or pile file. അപ്പോൾ നമ്മൾ ഹീപ്പ് ഫയൽ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഒന്നും കൂടി പറയാണ്. ഹീപ്പ് ഫയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ന്യൂലി ആയിട്ട് ഇപ്പോൾ ഒരു ഫയൽ സ്റ്റോർ ചെയ്യുന്നത്, ന്യൂ റെക്കോർഡ് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയായിരിക്കും? ഫയലിൻ്റെ ഏറ്റവും എൻഡിലായിരിക്കും കേട്ടോ. ഒരു ഓർഡർ ഇല്ലാത്ത പോലെ, അതായത് നമ്മൾ ആദ്യം വരുന്നതൊക്കെ അവസാനമായിരിക്കും. മനസ്സിലായല്ലോ? ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഹീപ്പ് ഫയൽ യൂസ് ചെയ്താണ്. ദിസ് ഓർഗനൈസേഷൻ ഈസ് ഓഫൺ യൂസ്ഡ് വിത്ത് അഡീഷണൽ ആക്സസ് പാത്ത്സ് സച്ച് എസ് സെക്കൻഡറി ഇൻഡെക്സസ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? യൂസേഴ്സ് വിത്ത് അഡീഷണൽ ആക്സസ് പാത്ത് യൂസ് ചെയ്യും. ആ അഡീഷണൽ ആക്സസ് പാത്താണ് എന്തോന്ന്? സച്ച് എസ് സെക്കൻഡറി ഇൻഡെക്സസ് എന്ത് ചെയ്യും? അഡീഷണൽ ആക്സസ് പാത്തായി യൂസ് ചെയ്യും ഹീപ്പ് ഫയൽ. Inserting a new record is very efficient. The last disk block of the file is copied into the buffer. The new record is added and the block is then rewritten back to the disk. നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ആക്സസിങ് എ റെക്കോർഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ഹെൽപ്പ് ലൊക്കേറ്റ് എ റെക്കോർഡ് ബേസ്ഡ് ഓൺ സെർച്ച് കണ്ടീഷൻ. However, it facilitates the construction of access paths on the file, such as indexes. അതായത് നമ്മൾ ഇത്ര തരം പറഞ്ഞു, സെർച്ച് കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെക്കോർഡ് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഡസ് നോട്ട് ഹെൽപ്പ് ദ റെക്കോർഡ് ടു ലൊക്കേറ്റ് ദ റെക്കോർഡ് ബേസ്ഡ് ഓൺ സെർച്ച് കണ്ടീഷൻ. സെർച്ച് കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനത്തെ സമയത്ത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ആക്സസ് പാത്ത്. ആ ഫയലിൽ ആക്സസ് പാത്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്റ്സ് വന്നാൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഇൻഡെക്സസ്. സച്ച് എസ് ഇൻഡെക്സസ് ആയിരിക്കും അവിടുത്തെ ആക്സസ് പാത്ത്. അതായത് റെക്കോർഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ആക്സസ് പാത്ത് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് എന്ത്? ഇൻഡെക്സസ്. ആ ഇൻഡെക്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.